നമ്മൾ ഈ വിൽക്കണ CVT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CVTയുടെ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ്. 1% പോലും ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. DC കണക്ഷൻ മാറ്റി DC കണക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിക്കാൻ പോണ പ്രൊഡക്റ്റ് ഒരു 1.5 പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആ വീഡിയോ മിസ്സാകാണ്ട് കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടീം റെഡിച്ച്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹെഡ്ലൈറ്റിന്റെ LED ബൾബുകളാണ്. അതായത് നിങ്ങളുടെ ബൈക്ക് ഓടിക്കുന്ന ടൈമിൽ നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന് തീരെ വെട്ടം കുറവാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടിയും ഈ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിത് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ കഴിച്ചത് നമ്മുടെ മുമ്പിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോ ജീനിയസ്, അതുപോലെ തന്നെ LIUHG, അതുപോലെ തന്നെ CVT, നൈറ്റ് തുടങ്ങിയുള്ള ഒരുപാട് കമ്പനിയുടെ ഹെഡ്ലൈറ്റ് ബൾബുകൾ നമ്മുടെ റെഡിച്ച് അങ്കമാലി ഷോപ്പിൽ നമുക്ക് വന്നുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നണ കുറച്ച് കിടിലൻ ഹെഡ്ലൈറ്റ് LED ബൾബ്സ് ആണ് ഞാൻ നിങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 800 മുതൽ ഏകദേശം 2800 രൂപ റേഞ്ചിൽ വന്ന അടിപൊളി ഹെഡ്ലൈറ്റ് LED ബൾബ്സ് ആണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല നമുക്ക് ഇതിലൊരു 25-30 വാട്ട്സ് മുതൽ ഏകദേശം ഒരു 100 വാട്ട്സ് വരെ വന്ന ഹെഡ്ലൈറ്റിന്റെ ബൾബുകളെ കുറിച്ചായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫുൾ ആയിട്ട് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഈ കാരണം CVT ഹെഡ്ലൈറ്റിന്റെ LED ബൾബാണ്. കാരണം മിക്ക ആൾക്കാർക്കും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയായിരിക്കും. കാരണം നമ്മുടെ ഷോപ്പിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വണ്ടിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു LED ബൾബാണ് ഈ കാരണം CVTയുടെ ബൾബ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒട്ടും തന്നെ കംപ്ലൈൻസും ഇല്ല. മാത്രമല്ല ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് കണ്ടില്ല 3-pin സോക്കറ്റാണ് തന്നെ. 3-pin സോക്കറ്റ് സപ്പോർട്ട് ചെയ്യണ വണ്ടികൾക്ക് മാത്രമായിരിക്കും ഈ ഒരു CVT നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഹീറോ ഹോണ്ട വണ്ടികൾ, അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ, അതുപോലെ തന്നെ ബജാജ്, KTM, യമഹയുടെ കുറച്ച് സീരീസ് തുടങ്ങിയുള്ള മിക്കവാറും വണ്ടികൾക്കൊക്കെ വന്നത് ഈ 3-pin സോക്കറ്റാണ്. അപ്പൊ നമ്മൾ ഇനി പരിചയപ്പെടുത്താൻ പോണ ബാക്കിയുള്ള മോഡൽസിനാണെങ്കിൽ പോലും 3-pin സോക്കറ്റ് തന്നെയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഞാൻ അത് എടുത്ത് പറയുന്നില്ല. 3-pin സോക്കറ്റ് അല്ലാത്ത ബൾബുകൾ മാത്രം വരുമ്പോഴാണ് ഞാൻ 3-pin അല്ല എന്നുള്ളത് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു മോഡലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അവർ എഴുതിയിട്ടുണ്ട്. കാരണം ഇതിന്റെ ഡിമ്മിലാണെന്നുണ്ടെങ്കിൽ 20 വാട്ടും അതുപോലെ തന്നെ ബ്രൈറ്റിലാണെന്നുണ്ടെങ്കിൽ 40 വാട്ടും പവറാണ് ഇത് സപ്ലൈ ചെയ്യണത്. മാത്രമല്ല ഇതൊരു DC സപ്പോർട്ടർ ആയിട്ടുള്ള LED ബൾബാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, DC കണക്ഷൻ സപ്പോർട്ടായിട്ടുള്ള വണ്ടികൾക്ക് മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. DC എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്. അതായത് നമ്മുടെ എക്സാമ്പിൾ നമ്മുടെ പഴയ മോഡൽ ഗ്ലാമർ, സ്പ്ലെൻഡർ തുടങ്ങിയുള്ള വണ്ടികൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ AC കറണ്ട് എന്ന് പറയും, ഓൾട്ടർനേറ്റീവ് കറണ്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ വണ്ടിയുടെ ആക്സിലേറ്റർ നമ്മൾ കൂട്ടുന്തോറും അതിന്റെ ഹെഡ്ലൈറ്റിന്റെ പവർ കൂടെ, ആക്സിലേറ്റർ നമ്മൾ കുറയ്ക്കുന്തോറും ഹെഡ്ലൈറ്റിന്റെ പവർ കുറഞ്ഞു വരാൻ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനത്തെ വണ്ടികൾക്ക് AC കറണ്ട് സപ്പോർട്ടാണ് LED വേണം നിങ്ങൾ വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ AC കണക്ഷൻ മാറ്റി DC കണക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. പഴയ മോഡൽ എല്ലാ വണ്ടികൾക്കും നമുക്കത് ചെയ്യാൻ പറ്റും. AC നമുക്ക് DC-ലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഏതൊരു മെക്കാനിക്കിനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു LED നിങ്ങളുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ LED ബൾബ് വെക്കുമ്പോൾ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൾബ് മാത്രമല്ല, ഇനി വരാൻ പോണ ഏത് ബൾബാണെങ്കിലും LED ബൾബ് നിങ്ങളുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. മാത്രമല്ല നമ്മുടെ ഹാലജൻ ബൾബിനെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ LED ബൾബിന് ഭയങ്കര വെട്ടമായിരിക്കും. അപ്പൊ ഗൈസ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CVT ബ്രാൻഡിന്റെയാണ്. ഇതിന്റെ പ്രൈസ് വന്നതെന്ന് പറയുമ്പോൾ 1000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നമുക്കറിയാം ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയുള്ള പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഇതേ CVTയുടെ തന്നെ പല മോഡൽസ് നമുക്ക് കാണാൻ പറ്റും. 350, 400, 500 രൂപക്കൊക്കെ പല സ്ഥലങ്ങളിലും മേടിക്കാനും കിട്ടും. പക്ഷേ നമ്മൾ ഈ വിൽക്കണ CVT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CVTയുടെ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ്. 1% പോലും ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. നിങ്ങൾ പല പ്ലാറ്റ്ഫോമിൽ നിന്നും മേടിക്കുമ്പോൾ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ലൈഫ് ഉണ്ടാവില്ല, വെട്ടം ഉണ്ടാവില്ല, ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഗൈസ് ഈ ഒരു പ്രൊഡക്റ്റ് 1000 രൂപയുടെ പ്രൈസ് വന്നത് നമ്മുടെ ഷോപ്പിൽ നിന്ന് നിങ്ങൾ ഈ വീഡിയോ ഇട്ടിട്ടാണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വെറും 590 രൂപ നമുക്ക് ഓഫർ ചെയ്ത് തരാം. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് teamredditch.com. ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇനി വരാൻ പോണ എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമ്മുടെ ഷോപ്പിൽ തന്നെ ഈ ഒരു ലൈറ്റ് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ഗൈസ് അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവന്നതും ഈ പറഞ്ഞ CVTയുടെ തന്നെയാണ്. വേറൊരു കിഡില മോഡൽ. ഈ ഒരു മോഡലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതും CVTയുടെ തന്നെ ബ്രാൻഡാണ്. 3-pin സപ്പോർട്ട് ആവുന്ന വണ്ടികൾക്കാണ് ഇത് സ്യൂട്ട് ആവുള്ളൂ. ഇതും DC കണക്ഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പുറകിൽ നമുക്ക് മിനി ഫാൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലും ഓവർ ഹീറ്റായി കത്തിപ്പോകുന്നുള്ള പേടി വേണ്ട. പക്ഷെ തൊട്ട് മുമ്പത്തെ ലൈറ്റായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മോഡലിന് ഒരു കിടിലൻ ഫീച്ചറുകളും വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഹെഡ്ലൈറ്റിൽ തന്നെ നമുക്ക് വൈറ്റും അതുപോലെ തന്നെ യെല്ലോയും വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഫോഗ് ലാംപ്സ്. ഈ ഫോഗ് ലാമ്പിൽ തന്നെ ഈ ഒരു ഇടയായിട്ട് ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഫോഗാണ് മിനി ഡ്രൈവ് ഫോഗ് ലാമ്പ്. അപ്പോൾ ആ ഒരു മിനി ഡ്രൈവ് ഫോഗ് ലാമ്പിന്റെ ഡിസൈനിലാണ് ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ ബൾബും ഡിസൈൻ ചെയ്തേക്കുന്നത്. മിനി ഡ്രൈവ് ഫോഗ് ലാമ്പ് അറിയാൻ പാടാത്തവരാണെന്ന് എനിക്കിത് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഇതിന്റെ ലെൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂർത്ത ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കിടിലം വെട്ടോ തന്നെ. മാത്രമല്ല ഇതിന്റെ എടുത്ത് പറയേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിം ലൈറ്റ് നമുക്ക് യെല്ലോ കളറിലും അതുപോലെ തന്നെ ഇത് നമ്മൾ ബ്രൈറ്റ് ലൈറ്റിലേക്ക് നമ്മൾ ഇതിന്റെ ഹെഡ്ലൈറ്റ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബ്രൈറ്റ് ലൈറ്റ് നമുക്ക് വൈറ്റ് ആയിട്ടും കിട്ടും. അപ്പൊ അതുകൊണ്ടുള്ള മെയിൻ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ലോങ് ഒക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും അത്യാവശ്യം ഓഫ് റോഡും ഹൈ റേഞ്ച് ഒക്കെ കയറുന്നവരാണെന്നുണ്ടെങ്കിലും നല്ല മഴയത്തും മഞ്ഞത്തൊക്കെ വണ്ടി ഓടിക്കുന്നവരാണെങ്കിലും ഈ ഒരു ലൈറ്റ് കണ്ണും പൂട്ടി മേടിച്ചോ. വേറെ ഒന്നുമല്ല, യെല്ലോ ലൈറ്റ് നിങ്ങൾക്ക് മഴയുള്ള സമയത്തും മഞ്ഞുള്ള സമയത്തൊക്കെ കിഡിലിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ സമയം വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ നമ്മുടെ നോർമൽ ഹെഡ്ലൈറ്റിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൈറ്റിന്റെ പ്രൈസ് വന്നത് ജസ്റ്റ് 1000 രൂപ തന്നെ വന്നുള്ളൂ. CVTയുടെ ബ്രാൻഡാണ്, ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി പക്കയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും നമ്മുടെ വെബ്സൈറ്റിൽ വഴി മേടിക്കാൻ കിട്ടും. അപ്പോൾ വെബ്സൈറ്റിന് ലിങ്ക് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തന്നെ നിങ്ങൾക്ക് അതുവഴി മേടിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതുവഴിയും പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടിയും ബെറ്റർ എന്ന് തോന്നാണ് വേറൊരു മോഡലിലോട്ട് പോവാം. ഗൈസ്, അടുത്തതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് സാക്ഷാൽ മോട്ടോജീനിയസിന്റെ ഹെഡ്ലൈറ്റ് LED ബൾബ്. നമ്മൾ തൊട്ടുമുമ്പ് കാണിച്ച മോഡൽസും ഇനി വരാൻ പോണ പല മോഡൽസിനും വാറന്റിയോ ഗ്യാരണ്ടിയോ ഒന്നും വരുന്നില്ല. എന്നാൽ പോലും ആ CVT പോലത്തെ ലൈറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഷോപ്പിൽ ചെയ്യാനുകൊണ്ട് തന്നെ ഇതിന്റെ കംപ്ലൈൻസ് ഒന്നുമില്ല. എന്നാൽ പോലും ഈ ഒരു മോട്ടോജീനിയസിന്റെ ഈ ഒരു ബ്രാൻഡ് നമുക്ക് 1 ഇയർ ആണ് നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് വാറന്റി തന്നത്. അതായത് നമ്മൾ തൊട്ടുമുമ്പ് നമ്മുടെ ഫസ്റ്റ് കണ്ട CVT പോലെ തന്നെ സെയിം ഫീച്ചേഴ്സാണ് തന്നെ. കണ്ടോ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇതിന്റെ ബോക്സ് പാക്കിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും പ്രീമിയം മോഡലാണ് തന്നെ. മാത്രമല്ല ഇതിന്റെ ഉള്ളിലാണെങ്കിൽ ചെറിയൊരു വാറന്റി കാർഡ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പൊ ഡേറ്റ് ഓഫ് പർച്ചേസ് കാര്യങ്ങളൊക്കെ നമ്മളോട് എഴുതിയിട്ടായിരിക്കും നിങ്ങൾക്ക് തന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ ബൾബ് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരത്. ഇതാണ് സാധനം, കണ്ടില്ലേ? ഇതാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 പിൻ സോക്കറ്റ് ആണ്. ഇതാണെന്നുണ്ടെങ്കിലും ഇതിന്റെ പവർ കുറച്ചുകൂടി കൂടുതലായിരിക്കട്ടെ. കാരണം നമ്മൾ CVT പോലത്തെ ബൾബുകളിൽ 2040 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പവർ എന്ന് പറയുമ്പോൾ 35-45 ആണ്. 35 വാട്ട്സ് ഡിമ്മും 45 വാട്ട്സ് നമുക്ക് ബ്രൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് മോട്ടോജീനിയസിന്റെ ഹെഡ്ലൈറ്റിന്റെ LED ബൾബ്. കണ്ടോ, ഇത് നമുക്ക് ആ CVT ഒക്കെ വന്ന പോലെ തന്നെ നമുക്ക് ഇതിന്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനി ഫാൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പോരാഞ്ഞിട്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കിടിലൻ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് AC ആൻഡ് ഓൾസോ DC സപ്പോർട്ടറാണ്. അതായത് നിങ്ങളുടെ വണ്ടി AC ആണെങ്കിലും നിങ്ങളുടെ വണ്ടി DC കറണ്ട് ആണെങ്കിലും രണ്ടിലും നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് ഒരേപോലെ തന്നെ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പഴയ മോഡൽ ഏതെങ്കിലും വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ AC കണക്ഷനിൽ നിന്ന് DC കണക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമോട് വരുന്നില്ല. പക്ഷെ ഞാൻ ഒരിക്കലും എടുത്ത് പറയാം, AC കണക്ഷനുള്ള പഴയ മോഡൽ വണ്ടിയാണെങ്കിൽ പോലും നിങ്ങളത് DCയിലോട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യണതാണ് ഏതൊരു ഹെഡ്ലൈറ്റ് LEDക്കും നല്ലത്. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ AC കണക്ഷനിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ LED ഹെഡ്ലൈറ്റ് വെട്ടം താഴോട്ട് പോകുന്തോറും എന്ത് പറ്റും, ഈ ലൈറ്റിന് ചെറിയൊരു ഫ്ലിക്കറിങ് വരും. അപ്പൊ നിങ്ങൾ DC ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലിക്കറിങ്ങിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാനും സപ്പോർട്ട് ചെയ്യണത് എപ്പോഴും DC കണക്ഷനെ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ വണ്ടി നിങ്ങൾ AC DCയിലോട്ട് ആക്കിയതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു ലൈറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കൂടുതൽ പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. ഗൈസ്, അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് വരുന്നതെന്ന് പറയുമ്പോൾ 1250 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ വെബ്സൈറ്റ് വഴി മേടിക്കാൻ കിട്ടും. ഇതൊരു കിഡിലൻ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ തൊട്ടുമ്പോൾ കണ്ട പോലെയല്ല, നോർമൽ ലൈറ്റിനേക്കാളും വളരെയധികം വെട്ടം കൂടുതലായിരിക്കും. മാത്രമല്ല 1 ഇയർ വാറന്റിയും കൂടി കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അടിച്ചു പോകുന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. 1 ഇയർ വാറന്റി കമ്പനി തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 3 കൊല്ലത്തേക്കെങ്കിലും ഒരു തരത്തിലും കംപ്ലൈന്റ് ഇല്ലാണ്ട് കിട്ടും. 5 വർഷമോ 6 വർഷമായിട്ട് യൂസ് ചെയ്യണ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് അടുത്ത മോഡലിലോട്ട് പോകാം. ഗൈസ്, അടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകണമെന്ന് പറയുമ്പോൾ LIU HJG എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും HJG ബ്രാൻഡ്. നമ്മുടെ ഫോഗ് ലാമ്പിന്റെ കാര്യത്തിലും ഹെഡ്ലൈറ്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സിലൊക്കെ ഈ ബ്രാൻഡ് വാല്യൂവിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കണം എന്ന് പറയുമ്പോൾ ഈ HJGയുടെ ഹെഡ്ലൈറ്റ് ബൾബാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയുടെ ഹെഡ്ലൈറ്റിന്റെ ബൾബാണ് ഈ കാണുന്നത്. ഇത് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിന്റെ ലൈറ്റ് വന്നതെന്ന് പറയുമ്പോൾ നല്ലൊരു കിഡിലൊരു പ്രൊജക്ടർ ലുക്കിലാണ് വന്നെ. നമുക്കൊരു ഇന്നോവയുടെ ഒക്കെ ഹെഡ്ലൈറ്റിന്റെ വെട്ടം എങ്ങനെയാണോ വന്നത് അതേ ലുക്കിലായിരിക്കും ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ വെട്ടം വന്നത്.
മാത്രമല്ല ഇതിലൊരു റിമൂവബിൾ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തിൽ കൂടിയാണ് നിങ്ങൾ ഈ സംഭവം ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ വയറിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. മാത്രമല്ല ഇതിന്റെ ലുക്ക് തന്നെ കണ്ടില്ല, വേറൊരു ഡിഫറെന്റ് ടൈപ്പിലാണ് ഇവർ ചെയ്തെടുത്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ലൈറ്റ് നോർമൽ ലൈറ്റിനേക്കാളും വേറൊരു രീതിയിലായിരിക്കും. അത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ വീഡിയോ കാണിച്ചു തരാം. കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റിലാണെങ്കിൽ പോലും ഇതിന്റെ ബാക്കിൽ കണ്ടില്ലേ, നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മിനി ഫാൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് ബൾബ് ആണെങ്കിലും നമുക്ക് DC കണക്ഷനിൽ മാത്രമാണ് ഇവർ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ DC കണക്ഷൻ ആയിട്ടുള്ളവർ മാത്രം ഇത് മേടിച്ചാൽ മതി. അതുപോലെ തന്നെ 3-pin സോക്കറ്റിൽ മാത്രമാണ് ഇത് വർക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AC കറണ്ട് ആണെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ നിന്നുണ്ടെങ്കിൽ പോലും DC-ലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം. ഈ AC-യിൽ നിന്ന് DC-ലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല. നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഏതൊരു മെക്കാനിക്കിനെ കാണിച്ചു കഴിഞ്ഞാലും ഈസി ആയിട്ട് അവർക്ക് ചെയ്തു തരാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഷോപ്പിലാണെങ്കിൽ പോലും AC-യിൽ നിന്ന് DC-ലോട്ടൊക്കെ നമ്മൾ ഇഷ്ടം പോലെ വണ്ടികൾക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. വേറെ വയർ കട്ടിങ്ങോ വാറന്റി ഇഷ്യൂസോ ഒന്നും വരാതെ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാനും പറ്റും. ഗൈസ്, ഈ ഒരു ലൈറ്റിന്റെ പ്രൈസ് വന്നതെന്ന് പറയുമ്പോൾ 1700 രൂപയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത മോഡലിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം തന്നെ ചെറിയൊരു റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ പേജ് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ടാപ്പ് ചെയ്യുക. പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടോർ സൈക്കിൾ ആക്സസറീസ് ഷോപ്പാണ്. ഇവിടെ നമുക്ക് ഹെൽമെറ്റ്സ്, ജാക്കറ്റ്, റൈഡിംഗ് ഗിയേഴ്സ് തുടങ്ങിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് വരുന്നുണ്ട്. ബൈക്കിനായിട്ടുള്ള എല്ലാ ആക്സസറീസും, അതുപോലെ തന്നെ റോയൽ എൻഫീൽഡ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ജെനുവിൻ സ്പെയർ പാർട്സ് എല്ലാം നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വർക്ക്ഷോപ്പ് സർവീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ബൈക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലോട്ട് പോരെ, എന്ത് സർവീസ് ഉണ്ടെങ്കിലും നമുക്ക് സെറ്റാക്കി തരാം. സ്പെയർ പാർട്സ് ആണെങ്കിൽ നമുക്ക് റോയൽ എൻഫീൽഡിന്റെയാണ് മെയിൻലി തന്നെ. ബാക്കി വണ്ടികളുടെയൊക്കെ നമുക്ക് ചൈനീസ് പ്രോക്കറ്റും അങ്ങനെ ഇങ്ങനെയുള്ള എല്ലാ ഓയിൽ ചേഞ്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് വീണ്ടും വീഡിയോയിലോട്ടോ. ഗൈസ്, അടുത്തത് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ മോട്ടോർ ബൈക്സ് ബ്രാൻഡിന്റെ ഹെഡ്ലൈറ്റ് LED ബൾബാണ്. അപ്പൊ നമ്മൾ മോട്ടോ ജീനിയസിന്റെ ഒക്കെ കണ്ട പോലെ തന്നെ ഇതിലാണെന്നുണ്ടെങ്കിൽ 40 വാട്ടിലായിരിക്കും ഇതിന്റെ പവർ വരുന്നത്. മാത്രമല്ല ഈ ഒരു പ്രൊഡക്റ്റിനാണെങ്കിൽ പോലും 1 ഇയർ നമുക്ക് വാറന്റി വരുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിക്കാൻ പോണ പ്രൊഡക്റ്റ് ഒരു 1.5 പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആ വീഡിയോ മിസ്സാകാണ്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിനെന്ന് പറയുമ്പോൾ 40 വാട്ടാണ് ഇതിന്റെ പവർ തന്നെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ട്, ഇതാണ് മോട്ടോർ ബൈക്സിന്റെ നമുക്ക് വാറന്റി കാർഡ് കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇതാണ് അതിന്റെ ലൈറ്റ്. അപ്പോൾ ഗൈസ്, ഈ ഒരു ലൈറ്റിന്റെ ഒരു മെയിൻ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിലോട്ടുള്ള ഈ ലെങ്ത് ഒക്കെ കണ്ടില്ലേ, കുറച്ചുകൂടി കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ വണ്ടികളിലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ 1-2 മോഡൽ കാണിച്ചതിനൊക്കെ ഏകദേശം ഇതേ ലെങ്ത് തന്നെയായിരുന്നു. ഈ ലെങ്ത് ബാക്കിലോട്ട് നീളം കൂടുന്നതിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ ഉള്ളിൽ കുറെ വയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്പേസ് കുറവുള്ള വണ്ടികൾക്ക് ഹെഡ്ലൈറ്റ് തിരിച്ചടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഓൺലൈൻ വഴി മേടിക്കണ ചങ്ങായിമാരൊന്നും ശ്രദ്ധിക്കുക, ഇതിന്റെ ബാക്കിലുള്ള ലെങ്ത് മാക്സിമം എന്തോരം കുറയുന്നു അത്രയും നല്ലതായിരിക്കും. ഈ അഡാപ്റ്റർ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വളച്ച് തിരിച്ച് ഒതുക്കി വെക്കാം. പക്ഷെ ഇത് ഹെഡ്ലൈറ്റിന്റെ കൂടെ തന്നെ വന്ന ഒരു ഭാഗം ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടും പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഇതിലും സെയിം തന്നെയാണ്. ഇതിന്റെ പുറകിൽ ഫാൻ വരുന്നുണ്ട്. DC-യിൽ മാത്രം സപ്പോർട്ട് ആവുന്ന ഒരു മോഡലാണ്. നേരത്തെ പറഞ്ഞ 40 വാട്ടാണ് ഇതിന്റെ പവർ വരുന്നത്. അതുപോലെ തന്നെ 3-pin സോക്കറ്റ് ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമ്മിലും ബ്രൈറ്റിലും വൈറ്റ് തന്നെയാണ്. പോരാഞ്ഞിട്ട് 1 ഇയർ വാറന്റി നമുക്ക് ഈ മോട്ടോർ ബൈക്സിന്റെ ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ പോലും www.teamredditch.com എന്നുള്ള വെബ്സൈറ്റിൽ കയറാം. മുകളിൽ സെർച്ച് ബാർ ഉണ്ട്. സെർച്ച് ബാറിനകത്ത് മോട്ടോർ ബൈക്സ് ഹെഡ്ലൈറ്റ് ബൾബ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ കിട്ടും. നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എങ്ങനെയാണ് പ്രൊഡക്റ്റ് മേടിക്കുന്നത് സെയിം രീതിയിൽ തന്നെ നമുക്ക് മേടിക്കാം. ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആയിരിക്കും. ഗൈസ്, അടുത്ത പ്രൊഡക്റ്റ് ആണ് നൈറ്റ് ഐ ബ്രാൻഡിന്റെ ഹെഡ്ലൈറ്റ് LED ബൾബ്. നമ്മൾ ഇതുവരെ കണ്ട പോലെയല്ല, നൈറ്റ് ഐ ബ്രാൻഡാണ് ഹെഡ്ലൈറ്റ് LED ബൾബിന്റെ കിങ് എന്നറിയപ്പെടുന്നത്. ഈ നൈറ്റ് ഐയുടെ തന്നെ H7, H8, H11 സീരീസിലൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഹെഡ്ലൈറ്റിന് LED ബൾബ്സ് വരുന്നത്. അതായത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട പോലത്തെ 3-pin സോക്കറ്റിലല്ല ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. H4 എന്നാണ് 3-pin സോക്കറ്റിനെ പറയുന്നത്. 3-pin സോക്കറ്റിൽ നൈറ്റ് ഐ വരുന്നുണ്ട്. നമുക്ക് കറന്റ് സ്റ്റോക്ക് ഔട്ട് ആണ്. അപ്പോൾ നമുക്ക് നൈറ്റ് ഐയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൈറ്റ് ഐയുടെ ഒരു ജെനുവിൻ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. എൻ്റെ ബാക്കിൽ എൻ്റെ QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒറിജിനൽ പ്രൊഡക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റെ പുറകെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മേടിക്കുമ്പോഴും ഈ നൈറ്റ് ഐയുടെ പ്രൊഡക്റ്റ് പൊതുവേ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ആണ് കിട്ടാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഐ ഒറിജിനൽ കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്.
അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ മോഡലോട്ട് പോവാം. ഇത് ഓപ്പൺ ആക്കി അതിൻ്റെ അകത്ത് നമുക്കൊരു യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എങ്ങനെയാണ് ബൾബ് യൂസ് ചെയ്യേണ്ടതെന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു ബോക്സ് ഉണ്ട്. ഈ നൈറ്റേഡ് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് 2 ബൾബായിട്ടാണ് വന്നത്. കാരണം ഈ H7 H8 എന്ന് പറഞ്ഞ മോഡൽ ബൾബൊക്കെ കൂടുതലും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടർബേർഡ് 220 KTM-ന്റെ RC സീരീസ്, അതുപോലെ തന്നെ പൾസറിന്റെ RS, ഇതുപോലത്തെ ബൾബുകൾക്കൊക്കെയാണ് ഇതുപോലത്തെ നൈറ്റ് നമുക്ക് സ്യൂട്ട് ആവുന്നത്. അതായത് ഡിമ്മിലും ബ്രൈറ്റിലും 2 ഡിഫറെന്റ് ടൈപ്പ് ബൾബായിരിക്കും തന്നെ, ഡിമ്മ് ബ്രൈറ്റ്. അപ്പോൾ 2 ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരെണ്ണം ഡിമ്മിലും ഒരെണ്ണം ബ്രൈറ്റിലും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നൈറ്റേഡ് ആ ഒരു മോഡൽ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വന്നതെന്ന് പറയുമ്പോൾ H8 സീരീസ്, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ KTM RC വണ്ടിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു മോഡൽ ഞാൻ നിങ്ങൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ പൾസറിന്റെ RS സീരീസ് കണ്ടില്ലേ, ഇതിന്റെ സോക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്ലിപ്പ് സോക്കറ്റാണ് വന്നത്. നിങ്ങളുടെ RC വണ്ടിക്കോ അല്ലെങ്കിൽ പൾസറിന്റെ RS വണ്ടിക്കോ എന്തെങ്കിലും വെട്ടം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നൈറ്റയുടെ കേസ് നിങ്ങൾ പരിഗണിച്ചോ കിട്ടില്ല വെട്ടുമായിരിക്കും. ഇതിന്റെ പ്രൈസ് വന്നതെന്ന് പറയുമ്പോൾ 2 പീസിന് 2400 രൂപയാണ്. ഇപ്പൊ RC ആണെങ്കിലും RS 200 ആണെങ്കിലും ഇതൊക്കെ ഓൾറെഡി നമുക്ക് DC കണക്ഷനാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബൾബ് ജസ്റ്റ് ഡയറക്റ്റ് ഫിറ്റ് ആണ്. നിങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പിൽ പോകേണ്ട അല്ലെങ്കിൽ മെക്കാനിക്കിനെ കാണേണ്ട ആവശ്യം ഒന്നും അവിടെ വരുന്നില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ സോക്കറ്റ് ഇതിൽ വരുന്നുണ്ട്. നൈറ്റയുടെ ഒറിജിനൽ പീസ് ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലും കംപ്ലൈൻസ് ഉണ്ടാവില്ല. ഇതിന്റെ ബാക്കിൽ ഫാൻ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റ് ആവേ കത്തിപ്പോണ കംപ്ലൈൻസ് അങ്ങനെ ഒന്നുമില്ല. വെട്ടത്തിന്റെ കേസാണെങ്കിലും ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ഉണ്ടാവില്ല, സൂപ്പർ ആയിരിക്കും. അപ്പൊ ഞാൻ പ്രൈസും പറഞ്ഞു തരാം. 2 പീസിന് നിങ്ങൾക്ക് പ്രൈസ് വന്നതെന്ന് പറയുമ്പോൾ 2400 രൂപയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത പ്രൊഡക്റ്റിലോട്ട് പോകാം. അപ്പൊ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ആ കിഡിലനായിട്ടുള്ള മോട്ടോജീനിയസ് ബ്രാൻഡിന്റെ ഹെഡ്ലൈറ്റിന്റെ LED ബൾബ്. ഇതിന്റെ പവർ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 100 വാട്ട്സ് പവറിലാണ് ഈ ഒരു ബൾബ് വന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ല, ഇതിന്റെ കൂടെ നമുക്ക് വന്നതെന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റാളേഷൻ ഗൈഡ്, അതുപോലെ തന്നെ 1 ഇയറിലേക്കുള്ള ഒരു വാറന്റി കാർഡ് കാര്യങ്ങളൊക്കെ ഈ പ്രൊഡക്റ്റിന്റെ കൂടെ വരുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഹെഡ്ലൈറ്റിന്റെ LED ബൾബ് എന്നത്. ഇതിൽ എടുത്ത് പറയേണ്ട മെയിൻ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഇത് കാണാനുള്ള ലുക്ക്. പക്ഷെ ബാക്കിയുള്ള ഹെഡ്ലൈറ്റ് ബൾബൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ചുകൂടി പ്രീമിയം ലുക്കിലാണ് ഇവർ ചെയ്തേക്കുന്നത്. മാത്രമല്ല ഇതിൽ എടുത്തു പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെഡ്ലൈറ്റിന്റെ റൂമിനനുസരിച്ച് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നിങ്ങൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് ഏത് പൊസിഷനിലായിട്ടാണ് വേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് തിരിച്ച് വെക്കാൻ പറ്റും. ഇതിന്റെ പുറകിൽ അത്യാവശ്യം ഫാൻ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റായി കത്തിപ്പോകുന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. പിന്നെ എടുത്തു പറയേണ്ട ഒരു മെയിൻ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയറാണ് ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് വാറണ്ടി വന്നത്. ഇതിന്റെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടുതരാം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴി മേടിക്കാൻ പറ്റും. താങ്ക് യു.